ഇന്ന് ഉച്ചയ്ക്കത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കാണിക്കുന്നത്. പേരെന്താണെന്ന് ലാസ്റ്റിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കുക. കുറേ കൊച്ചുള്ളി എടുത്തെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും ഈ ഐറ്റം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇവിടുത്തെ ചെറിയ കുപ്പി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്, വെളിച്ചെണ്ണ തീർന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ വലിയ കുപ്പിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുണിക്കകത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് നമുക്ക് കെട്ടി ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ചീനച്ചട്ടിക്കകത്തിലോട്ട് നമ്മൾ ഒഴിക്കുക. അപ്പോൾ ഇതിവിടുത്തെ ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ കൂട്ടാനെന്ന് പറയുന്നത്. നമുക്ക് ദോശ, അതുപോലെ ഇഡലി, ചൂട് ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മൾ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു, കൊച്ചുള്ളി ആഡ് ചെയ്തു, പാകത്തിന് ഉപ്പും ആഡ് ചെയ്തു. ഇനി നമ്മളത് വഴലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ കണ്ടോ, ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലോണം വഴന്നു എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ മെയിൻ പൊടിയെന്ന് പറയുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ കുറച്ച് എരിവ് നല്ലോണം ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിക്ക് മുളക് പൊടി ഇടാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ പൊടികളെല്ലാം ഒരു പച്ചക്കുത്തൽ മാറുന്നത് വരെ നല്ലോണം വഴറ്റണം. അങ്ങനെ വഴറ്റി കിട്ടിയതിന് ശേഷം ഇതിൻ്റെ അടുത്ത ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ വാളംപുളിയുടെ വെള്ളമാണ്, വാളംപുളി ഇട്ട് വെച്ചിട്ട് ആ പുളിവെള്ളമാണ് നമ്മൾ ഇതിനകത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലവണ്ണം തിളയ്ക്കണം. പുളി ഒരുപാട് വേണമെന്ന് ആവശ്യമുള്ളവർക്ക് നല്ല രീതിക്ക് പുളി ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ പുളിവെള്ളം നമ്മൾ ഇതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. അങ്ങനെ നമ്മൾ ഉലുവാപ്പൊടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് കരിയാപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്തതിൽ പറ്റിയൊരു ഇതിലാണ് നമ്മൾ കരിയാപ്പില ആഡ് ചെയ്യുന്നത് അതിനകത്തിൽ കാണിക്കാൻ കഴിയാഞ്ഞത്. ഇതേണ്ട കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിപ്പൊടി.